guys, welcome back to the channel. അപ്പോൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒരു പ്ലേസിലോട്ടാണ്. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. ആക്ച്വലി ഞാനും ഉണ്ട്, നമ്മുടെ പഴയ ഹോസ്പിറ്റലിലെ ഡോക്ടർ, പുള്ളിക്കാരൻ്റെ ജീപ്പിലാണ് പോകുന്നത്. ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. ട്രക്കിംഗ് ഉള്ള സ്ഥലമാണ്. ഒരു 10-20 കിലോമീറ്റർ ഏകദേശം ട്രക്കിംഗ് വരും. ഇപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാടാണ് സ്ഥലം. അപ്പോൾ ആക്ച്വലി ഓൺ ദ വേ ആണ്. ജീപ്പ് മാത്രമേ അവിടെ കയറത്തുള്ളൂ. അല്ലെങ്കിൽ സാർ വേറെ വണ്ടി ഉണ്ടായിരുന്നു, അതിൽ പോകുമായിരുന്നു. പക്ഷേ ജീപ്പ് മാത്രമേ കയറത്തുള്ളൂ. സാരെന്താ ഇവിടെ നിൽപ്പുണ്ട്? ഓക്കെ, സാറുടെ ജീപ്പ് പഴയ മഹേന്ദ്ര പുലി, മഹേന്ദ്രയിലൂടെ പൊക്കോണ്ടിരിക്കണം. ഓൾഡ് ഈസ് ഗോൾഡ്. അത്രേ ഉള്ളൂ. 4 വീൽ ഡ്രൈവ് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ആന, പുലി, കരടി, കടുവ എല്ലാ സാധനവും ഉണ്ട്. എല്ലാം കാണാൻ പറ്റുമെങ്കിൽ കാണിക്കാം. പന്തമൊക്കെ എടുത്തോണ്ട് പോകേണ്ടതാണ്. ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം സെറ്റാണ്. നിങ്ങൾ ഈ കണ്ടോ? എന്നാ കിട്ടുന്ന റോഡാണെന്നറിയാം. റോഡ് കണ്ടോ? നമ്മുടെ കേരളത്തിലെ പോലെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഇതുണ്ടോ സെറ്റ് സ്ഥലം. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ്. നമുക്ക് ട്രക്കിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് 20 കിലോമീറ്റർ ഇപ്പുറത്ത് ഞാൻ നിർത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. എവിടെയാണ് സ്ഥലം, ഏതാണ് പഞ്ചായത്ത്, ഏത് ഗ്രാമം എല്ലാം പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മാറാമല കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ അധികം നമ്മൾ സോഷ്യൽ പീപ്പിൾസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത, സോഷ്യൽ പീപ്പിൾസിന് അലൗഡ് അല്ലാത്തൊരു സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി അവിടുത്തെ എസ്റ്റേറ്റ് ഓണേഴ്സിന് മാത്രമേ അങ്ങോട്ടുള്ള എൻട്രി ഉള്ളൂ അല്ലേ? ഓക്കെ, സോ ഇവിടുത്തെ എസ്റ്റേറ്റ് ഓണേഴ്സിന് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോറസ്റ്റിലോട്ട്, റിസർവ് ഫോറസ്റ്റിലോട്ട് എൻട്രി ആയിട്ടുണ്ട്. കേട്ടോ, ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ. ഫുള്ള് ട്രക്കിംഗ് ആണെങ്കിൽ ഏകദേശം 20-25 കിലോമീറ്റേഴ്സ് ഫുള്ള് ഓഫ് റോഡാണ്, ട്രക്കിംഗ് ആണ്. നമ്മളുണ്ട്, സാറുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. ഈ ആന, പുലി ഇതൊക്കെ ഉണ്ട് സംഭവം. കാണുവാണെങ്കിൽ ഞാൻ നിർത്തി കാണിച്ചു തരാം. ഇഷ്ടംപോലെ വാട്ടർഫോൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനിയും കാണിച്ചു തരാം. കുറേ ഉണ്ട് ഇവിടെ. നല്ല വെള്ളമുണ്ട് ഇവിടെ. ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ മുകളിൽ നല്ല വെള്ളം കാണും. മുകളിൽ മിക്കവാറും നല്ല വെള്ളമാണ്. 5 ഫോൾസ് 5 വാട്ടർഫോൾസ് ഒരുമിച്ച് വന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇത് നമ്മൾ പോകുന്ന വഴിയിലുള്ള ഫോൾസാണ്, വാട്ടർഫോൾസ്. ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളമുണ്ട്. നമ്മുടെ എസ്റ്റേറ്റിൻ്റെ മുകളിലും കിടിലൊരു വാട്ടർഫോൾസ് ഉണ്ട്. നമ്മൾ കാണിച്ചു തരാം. ബാക്കി താഴെ പറയാം. நிறைய மாடு இருக்கு. சாணியா கிடக்கு எல்லா இடத்துலயும். முட்டிராத, நடு ரோட்ல போகுது பாருங்க இந்த மாடுகளுக்கு. സോ നമ്മൾ റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്തോട്ട് വരികയാണ്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് കാണാം. കണ്ട എല്ലാ വീടിൻ്റെ റോഡിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയതിന് ശേഷം ഒരു പോലീസ് സ്റ്റേഷൻ വരും. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ
ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമുക്ക് എൻട്രി എടുത്ത് പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമുക്ക് അകത്ത് പോകുന്നത്. നമുക്ക് ഓൾറെഡി പെർമിഷൻ ഉണ്ട്, കാരണം അവിടെ എസ്റ്റേറ്റ് ഓണേഴ്സിന് അവർക്ക് ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് അകത്ത് പോകാം. ബാക്കി നമ്മുടെ സാധാ പീപ്പിൾസിന്, നോർമൽ പീപ്പിൾസിന് അവിടെ അലൗഡ് അല്ല. ഇതുവരെയാണ് എൻട്രി. ഇതുവരെ അല്ലെങ്കിൽ കീരിപ്പാറ എന്നുള്ള സ്ഥലം, അതുവരെ മാത്രമാണ് എൻട്രി. അത് കഴിഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കുളിച്ചിട്ട് അവിടേക്ക് തിരിച്ചു പോകും. ഇതിന് മുകളിലോട്ട് കയറണമെങ്കിൽ ഒന്നുകിൽ എസ്റ്റേറ്റ് ഓണേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും നമുക്കിങ്ങനെ വരാൻ പറ്റിയ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. இது ஒரு ஈகோ கேன்டீன், டூரிஸ்ட் வர்றதுக்கு ஈகோ கேன்டீன், ஈகோ பார்க் உள்ள போட்டிங்லாம் இருக்குது. இங்கே பின்னாடி தெரியல ஆக்சுவலாக, வேணா அங்கே பின்னாடி இருக்குது பாருங்க. இதுக்கு மேலே பப்ளிக் நாட் அலௌடு. ஆமாம், நாங்கள்லாம் எக்ஸ்ட்ரா ஆர்டினரி பீப்புள், அதனால நாங்கள் போகலாம் எங்கே வேணாலும். ஸோ இந்த வியூ பாருங்க, பயங்கரமாக இருக்குது. எப்படி இருக்கு பாருங்க. இல்லை இன்னொரு அப்படி போகிறோம். ഞാൻ ഇറങ്ങട്ടാ, കുറച്ച് മുമ്പിൽ പോകും. നമ്മൾ ഓൺ ദ വേ ആണ്. കിടിലം വ്യൂ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ വേറെ വണ്ടികളൊന്നും വരാമെന്ന് പറയാത്തത്? റോഡൊക്കെ കിടക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന്? അങ്ങോട്ട് പോകുമ്പോൾ ഇതിലും സൂപ്പറാണ്. വാട്ടർ ഫാൾസ് ഉണ്ടോ നിങ്ങളെ? വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം നേരെ റോഡിന് കൊടുക്കുന്നത്. സോ മാറാമല റിസർവ് ഫോറസ്റ്റിൻ്റെ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 6-7 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ എസ്റ്റേറ്റിലേക്ക്. ഇവിടുത്തെ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല. ഇതെല്ലാം ഗ്രാമ്പുവാണ്, ഗ്രാമ്പൂ തോട്ടമാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. പ്രൈവറ്റ് ഉടമമാരും പൈസ മേടിച്ച് കളക്ട് ചെയ്ത് റോഡ് ഇങ്ങനെ ഇതാക്കിയിട്ടേക്കുന്നതാണ്, ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. നമ്മുടെ വണ്ടി നടപ്പുണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വ്യൂ ഉണ്ടോ? മിസ്റ്റ് ഉണ്ടോ? മിസ്റ്റ് ഇറങ്ങുന്നുണ്ടോ? നല്ല മഞ്ഞുണ്ട്. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട്. 10:30 ആയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ മഞ്ഞ് കണ്ടോ? ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, പക്ഷെ ആ മഞ്ഞൊന്നും ഒരു രക്ഷയില്ല. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ മഞ്ഞ് വരുന്നുണ്ടോ? ഒരു രക്ഷയില്ലാത്ത ഇതാണ്. ഇത് ഗ്രാമ്പൂ ചെടിയാണ്, ഗ്രാമ്പൂ. നമ്മുടെ വണ്ടി നടപ്പുണ്ട്. സ്റ്റൈലായിട്ടില്ലേ? ആ, നമുക്കിങ്ങനെ ഒരു ഏകദേശം 5-6 കിലോമീറ്റർ അല്ലേ, 6 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ എസ്റ്റേറ്റിലേക്ക്. അവിടെ പോയി അവിടെ ഇതിനേക്കാളും കിടിലം വ്യൂസ് എല്ലാം ഉണ്ട്. നമ്മുടെ ടോപ്പ് എൻഡിലാണ് കേട്ടോ, ടോപ്പ് എൻഡിൽ. അത് കഴിഞ്ഞ് റിസർവ് ഫോറസ്റ്റ് മുകളിലോട്ട് കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ആ വ്യൂസും കാണിച്ചു തരാം. സ്റ്റേറ്റും ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇവിടെ ഓഫ് റോഡ് വെഹിക്കിളെ വരാൻ പറ്റത്തുള്ളൂ. ദിസ് ഈസ് വൈ ഓഫ് റോഡ് വെഹിക്കിൾ മാറ്റേഴ്സ്. കണ്ടോ, സാധാരണ ഒരു കാറിനെ കൊണ്ടുവന്ന് അടി തട്ടി കിടക്കില്ല. നമുക്ക് 4-wheel ഡ്രൈവ് ജീപ്പൊക്കെ വരുവാണെങ്കിൽ സുഖമായിട്ട് വരാം, അല്ലെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. കണ്ടോ, മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. കരടി ഈ ചെറുതിന്റെ സൈഡിൽ കുണ്ടു തോണ്ടി വെച്ചിരിക്കുന്നത് തോപ്പ് കാണിച്ചതാണ്. കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്താവോ എന്തോ. കരടിയല്ലേ മറ്റവന്റെ കണ്ണ് കടിച്ചെടുത്തത്? അതെ, അത് പറയാൻ പറഞ്ഞു കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോ പോകുന്ന എസ്റ്റേറ്റ്, സാറിന്റെ എസ്റ്റേറ്റ്, അവിടെ ഒരു ഗാർഡ് ഉണ്ട് അല്ലേ? അവിടെ ഒരു ഗാർഡ് ഉണ്ട്. ആ പുള്ളിക്കാരന് ആദ്യം ഞാൻ പോയപ്പോ കണ്ടപ്പോഴേ പുള്ളിക്കാരന് വലത് കണ്ണില്ല. വലതാണോ ഇടതാണോ? വലത് കണ്ണില്ല. ഞാൻ വിളിച്ചു പോയാൽ എന്തെങ്കിലും പറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴാ സാറ് പറയണത്, ഇടയിൽ വേറെ ഒന്നുമില്ല, അതൊരു കരടി ജസ്റ്റ് ഒന്ന് മാന്തി എടുത്തോണ്ട് പോയതാ. അതെന്നെ കുട്ടിയിട്ട് കിടന്നിരുന്നു അല്ലേ എസ്റ്റേറ്റില്? ഈ സ്ഥലത്ത് ആക്ച്വലി പുള്ളിക്കാരൻ വന്നങ്ങാണ്ട് നോക്കിയപ്പോ ഈ തോണ്ടി വെച്ചിരിക്കുന്ന കരടിയാണ്. മനസ്സിലായോ? അപ്പോ കരടി അങ്ങാണ്ട പ്രസവിച്ച് കിടന്നു. പുള്ളിക്കാരൻ കണ്ടില്ല. പുള്ളിക്കാരൻ വന്ന് കയറി കൊടുത്തു, പുള്ളി വെച്ച് കൊടുത്തു. കരടി കണ്ണ് ഫുള്ള് പോയി. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഇവിടെ പട്ടികളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നുകൊണ്ട് അത് തിരിച്ച് വിരട്ടിയപ്പോ കയറി ഓടി. അല്ലെ പുള്ളിക്കാരനെ കിട്ടത്തില്ലായിരുന്നു അല്ലേ? അവസ്ഥ. போகிற வழியில் பாருங்கள் ஃபுல்லாக மிஸ்ட்டு. காலையில் 9:30-10 மணிக்கு மிஸ்ட்டு. இது ஒரு வாட்டர் ஃபால்ஸ் உண்டு. ഇതൊക്കെ ആക്ച്വലി നമ്മൾ ഈ രാവിലെ എഴുതി ജോലിക്ക് പോവുക, തിരിച്ച് വരിക, വീണ്ടും കിടന്നുറങ്ങുക, വീണ്ടും ജോലിക്ക് പോവുക, അങ്ങനെ ഒരു ക്ലോക്ക് ആയിട്ടുള്ളൊരു
ലൈഫ് സ്റ്റൈൽ മാറ്റിയ ഇതെല്ലാം ദൈവം നമുക്ക് കാണാൻ വേണ്ടി തന്നെ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ജീവിതം നമ്മൾ ലാസ്റ്റ് എത്തിയിട്ട് കാശുണ്ടാക്കി നമ്മൾ ലാസ്റ്റ് എത്തിയിട്ട് എന്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകത്തില്ല. കുറച്ച് മെമ്മറീസ് കാണും ഇതേപോലത്തെ മെമ്മറീസ് മാത്രമായി നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കണം. കാശൊക്കെ വരും പോകും അങ്ങനെ നടക്കും. പക്ഷെ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ലാസ്റ്റ് വയ്യാതെ കിടക്കുവാണ്, നമുക്ക് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇതേപോലത്തെ മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കാം, ഞാൻ എൻ്റെ ആവുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ പോയിരുന്നു, എന്ത് സൂപ്പർ ആയിരുന്നു, ജീവിതം പൂർത്തിയായി എന്നൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും. അതെ, ഇതെല്ലാം കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം നമ്മൾ കണ്ടു എന്നുള്ള ഒരു ഇതില്ലേ, തീർച്ചയായിട്ടും. ஆமா, கரண்ட் கம்பி மேல மரம் விழுந்துருக்கு. பாருங்க தண்ணி, ரோடு பொத்துருச்சு பாருங்க. ஓ, ரோடு உடஞ்சி ஓட்டையாகி யாராவது இதுல தெரியாம வந்தாங்க உள்ள தொப்புல விழுந்து கிடக்க வேண்டியதான். இந்த வியூ மத்தியானம் 2 மணிக்கெல்லாம் கண்ணே தெரியாது, அந்த அளவுக்கு ஃபஸ்ட்டு இறங்கிடும். வந்தோம்னா பொதுவாக இந்த கடை ഈ വഴി പോവാം, നല്ല വ്യൂ ഉണ്ട്. ഈ വഴി പോവാം, പോവാം. சண்டேனால இந்த கடையெல்லாம் அடைச்சிருக்காங்க. கடை வந்து சண்டே கிடையாது, மற்ற நாளெல்லாம் இந்த ஒரு சின்ன கடை, மொத்த മാരാമലയ്ക്കും இந்த ഒരു കട தான் இருக்கு. നമ്മളവിടെയൊക്കെ വെള്ളം കിട്ടാൻ പാടില്ല, ഇവിടെ ഊറ്റ് വരുന്ന സ്പീഡ് കാണിക്കുക. എനിക്കിവിടെ ഒരു അനുഭവമുണ്ട് ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ വട്ടം വന്നത്, വേറെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലെ കുറച്ച് പേരായിട്ട്. നമ്മൾ വന്ന ദിവസം നമ്മളെ സാറ് ഓടിക്കുമായിരുന്നു, വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാനും വേറെ ഡോക്ടറും ഉണ്ട്. പുള്ളിക്കാരൻ ബാക്കിൽ, നമ്മൾ രണ്ടുപേരും ബാക്കിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു, തൂങ്ങി നിന്ന് വരുമായിരുന്നു. മേളിലെത്തിയപ്പോഴാണ് അറിയണേ, പുള്ളിക്കാരൻ്റെ എയർപോർട്സ് പോയി, ആപ്പിളിൻ്റെ പുതിയ സാധനം വാങ്ങിച്ചത് എയർപോർട്സ് കളഞ്ഞ്. അപ്പോൾ വൈകിട്ടായി ഏകദേശം കരടിയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഒരു ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ പുള്ളിക്കാരോട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഈ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു, മറ്റേ രാജപാളയം പട്ടി ഉണ്ടല്ലോ, രാജപാളയം പട്ടി ഓട്ടിച്ചോട്ടിച്ച് പുള്ളിക്കാരോട് എയർപോർട്ട് പോട്ടെ നമുക്ക് വീഴണ്ട, ഞാൻ ബൈക്ക് ഓട്ടിച്ച് കൊക്കേനറ്റം വരെ എത്തിച്ചിട്ട് എന്നിട്ട് എയർപോർട്ട്സ് ഒന്നും കിട്ടിയില്ല അപ്പോഴേ. പക്ഷേ നമുക്കത് മറ്റേ ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ GPS ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കായിരുന്നു. എയർപോർട്ട് പോയി, പിന്നെ എൻജോയ് ചെയ്താൽ നമ്മൾ போய் பாத்தீங்களா சிறுத்தை? அங்கே தான் நான் பார்த்தேன். ரோட்ல இருக்குது சோலார் ஸ்ட்ரீட் லைட், இது நான் வச்சு 1000 கொடுக்கணும். கவர்மெண்ட்ல வந்து பார்த்தேன், இந்த சென்சார் லைட் சொல்லுவாங்க. ஆமா, இறக்க முடியுமோ வருவாங்க. ஒரு 1000 தானே பண்ணேன், வண்டி வாடகை 1000 கொடுத்து எனக்கு சொல்றேன். We are officially on our estate. നമ്മൾ എസ്റ്റേറ്റിൽ വന്നു. ഇതാണ് എസ്റ്റേറ്റ്, ഇതാണ് നമ്മുടെ വീടും. മഞ്ഞുണ്ടോ? ഇന്ന് മഞ്ഞാണെന്നറിയോ? രക്ഷയല്ല മോനെ, പോളി സാധനം. അതാ ഇവിടെ ഫുള്ള് വാട്ടർ ഫാൾസ്, അത് ഞാൻ കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടത്തേക്ക് ഒരു പട്ടീനെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത് ആ ഓണർ അവിടെ ഇല്ല, ഇച്ചിരി വയലൻ്റ് ആയിരിക്കുക. ഇവിടെ ആക്ച്വലി ഇപ്പോൾ പുലി ഇറങ്ങുന്നുണ്ടെന്ന്, പുലി സിറുത്തൈ എന്നാണ് അവർ പറയുന്നത്, പുള്ളിപ്പുലി ഇറങ്ങി അവരുടെ 7 കോഴീനെ ഒരു ദിവസം കഴിച്ചു വന്നു. ഒരു ദിവസം 7 കോഴിയെ കഴിച്ച് അങ്ങനെ അത് പോയിട്ടുണ്ട്. ഓനെ മഞ്ഞുണ്ടോ? സാധാരണ നമുക്ക് മേളിലോട്ട് എല്ലാം കാണാൻ പറ്റും, പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം മഞ്ഞുകൊണ്ട് മൂടി കിടക്കുക. നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം കുളിക്കുന്നുണ്ടെന്ന്. വഴുക്കലുണ്ട്, ഞാൻ ഈ പാറ എന്ന് ചറുക്കി അങ്ങ് താഴെ പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? വാവ്, സെറ്റല്ലേ, കണ്ടോ? സെറ്റായിട്ടുണ്ട്. പുള്ളിക്കാരെന്താ നമുക്കുള്ള ഫുഡ് സെറ്റാക്കാൻ പോവാണ്. ഇവിടെ വെള്ളം ഫുള്ള് സെറ്റാണ് മോനെ, കണ്ടോ? ദിസ് ഈസ് ലിറ്ററലി ഹെവൻ. സത്യം പറയാലോ, ഇതുപോലെ സ്ഥലങ്ങളിൽ ജീവിക്കുക എന്നും ജീവിക്കുക എന്നല്ല, വല്ലപ്പോഴും വന്നൊന്ന് താമസിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഇവരെ പോലുള്ളവർ ജീവിക്കുവാണ് ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്കി നമുക്കെല്ലാം സെറ്റായിട്ട് തോന്നും,
പക്ഷെ എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെടും. ഉള്ളി നമ്മുടെ ജീപ്പ് മാത്രമേ വരത്തുള്ളൂ. ഒന്ന് ആ കാരണം. പിന്നെ വൈൽഡ് അനിമൽസ് ഇഷ്ടം മാതിരി ഉണ്ട്. കാണിച്ചു തരാം ഞാൻ. ഇതാണ് നമ്മുടെ എസ്റ്റേറ്റിലെ ഫാം ഹൗസാണിത്. കണ്ടോ, ഇതിങ്ങനെ കോടയൊക്കെ കെട്ടിയിട്ടുണ്ട് കയറി ഇരിക്കാനൊക്കെ. ഇത് നമ്മുടെ പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്, ഇവിടുത്തെ സ്വന്തം വാട്ടർഫോൾസ്. കണ്ടോ, വാ ഓനെ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഒരു രക്ഷയില്ലാത്ത എങ്ങനെയാണ് ഈ എക്സൈറ്റ്മെന്റ് പറഞ്ഞ് അറിയിക്കാന്ന് അറിയത്തില്ല. കൊടയിലോട്ട് പോവാം. കണ്ടോ, ഇരിക്കാനും ഇവിടെ വന്ന് സെറ്റ് ആവാനെല്ലാം കണ്ടോ. എന്താ സീൻ എൻ്റെ മോനെ. കണ്ടോ ഒരു വ്യൂ ഉണ്ടോ നിങ്ങള്? ഒന്നും പറയില്ല കേട്ടോ. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. വെള്ളം എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒന്ന് അകത്ത് കയറി ഒന്ന് സെറ്റായി ഇവിടെ വെളിയിലേക്ക് ഇട്ടുണ്ടോ ഒന്ന് വെള്ളത്തിൽ ചാറണം. അത് വരെ നിങ്ങൾ സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, பெரிய வீடுலாம் இல்லை, சின்ன வீடு தான். ஒரு சின்ன கிச்சன். இங்க பாருங்க, இதெல்லாம் கண்டா மெட்டல்ல தான், இரும்பு. கரடி எல்லாம் வந்து அடிச்சா திறக்க கூடாது, இதெல்லாம் மெட்டல். இதுவும் மெட்டல். ഇതുണ്ടോ, ഈ പട്ടിക്ക് ആക്ച്വലി കണ്ണ് കാണത്തില്ല. ഫുള്ള് സ്മെല്ല് വെച്ചിട്ടാണ് അത് പിടിക്കുന്നത്. ഈ പൂവ് കൊള്ളാല്ലേ? ഇത് പൊയ് മലർ എന്നാണ് തമിഴ് ഇതിൻ്റെ പേര്. മലയാളത്തിൽ എനിക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല. അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിട്ടോ. ഇവിടെ നല്ലൊരു കിടില സ്ഥലം ഉണ്ടെന്നാണ് പുള്ളിക്കാൻ പറയുന്നത്. ആ പാറയുടെ അടിയിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് വരാമെന്ന്. സാറും വന്നിട്ടില്ല ഇവിടെ, ഞാനും വന്നിട്ടില്ല. ആ സ്ഥലത്ത് നമ്മൾ വന്നില്ല. ഇതുണ്ടോ ഫുള്ള് പാറയാ. ഇത് വെള്ളത്തിനുള്ള പൈപ്പാണോ? നല്ല വഴുക്കലുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ പല്ല് പോവും. ആ ഇത് കണ്ടോ, ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഒരു രക്ഷയില്ല പറയാനായിട്ട്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അമ്മാതിരി ചീടാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഒരുപാട് വെള്ളം വരുന്നുണ്ട്. അതൊരുപാട് ഗുഹ പോലെ. അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. ഞാൻ നല്ല ഖേദത്തിലുണ്ട്. കാരണം പറയാം, ഇത് എത്ര മണിയായെന്നറിയോ? 11:32 പക്ഷെ അതിൻ്റെ ഫീലില്ല. ഈ മല ഇച്ചിരി കയറിയതിൻ്റെ കഥപ്പാണ്. അവിടെ ഒരു വാട്ടർഫാൾസ്, അത് കഴിഞ്ഞതാ നോക്കിയേ കാണുന്നതോ അവിടെ അടുത്തത്. എന്നാ സ്ഥലമാന്നേ. അട്ട കടിച്ചു പുള്ളിക്കാരൻ, അട്ട കടിച്ചു. എന്താ അതിന് കുറച്ച് നേരം നിൽക്കത്തില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് അട്ടകടിയും കൊണ്ട് ഷൂ എല്ലാം വലിച്ചു വാരി കയ്യിൽ കയറ്റി പോകുന്നത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 5 ഫാൾസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. 5 വാട്ടർഫാൾസ് ഒരുമിച്ച് വന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു പാറയുടെ മുകളിൽ 5 സ്ഥലത്തു നിന്ന് വാട്ടർഫാൾസ് വരും. അങ്ങനെ അവിടത്തേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ചേട്ടൻ വന്നിട്ടുണ്ട്, ഗാർഡ് വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുക. ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. നേരെ 5 ഫാൾസിലോട്ട്. ഇതാണ് ഗൈസ് ഓഫ് റോഡ്. ഇതിലെ ഓഫ് റോഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ആന ഉരച്ച് മാറ്റിയതാ. ഇതെല്ലാം ആന ഉരച്ചിട്ടേക്കുന്നതാണ് സംഭവങ്ങൾ. കണ്ടോ, ഇതെല്ലാം ആന വരുന്ന സ്ഥലമാണ്. ആന എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഓടി ഒരു മ്ലാവിനെ കണ്ടു കേട്ടോ. മ്ലാവ് കാണാമോ? പോയി ഓടി. കണ്ടോ, ചക്ക കഴിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങ് പോയി മ്ലാവ്. ഞാൻ വെച്ച് കരടിയെന്നു. മത്തിലെ കുരങ്ങ് ഇருக்கு. കുരങ്ങ് ഉണ്ടോ? ചാടി പോകുന്നു.
ഏകപ്പെട്ട കുറഞ്ഞു പറമ്പ് ചാടി ചാടി പോകും. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കയറണമെങ്കിൽ 4 വീൽ ഡ്രൈവ് ഇടണം, അല്ലാതെ വണ്ടി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സ്ലോ സ്പീഡ് 4 വീൽ ഇട്ടു. 4 வீல் டிரைவ் கண்டிப்பா 4 வீல் எல்லாம் போகாது. வண்டியில 4 வீல் டிரைவ் எல்லாம் போட்டாச்சு, எல்லா கியர் செட் பண்ணியாச்சு. இங்க பாருங்க எப்படி இருக்கு, எப்படி ஏறி போறீங்க. നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്, നമ്മളെ നയിക്കുന്നുണ്ടോ ഒരു പട്ടി. കുറേ നേരമായി നമ്മളെ ഫ്രണ്ടിൽ നിന്ന് വന്നു തുടങ്ങി. ആ പോടാ കൂട്ടാടാ. സൂപ്പർ. ഒരു രക്ഷയില്ല ദോഷമായിട്ട് മാത്രം നേരിട്ടുണ്ട്, വേറെ എങ്ങനെ சேட்டன் பயங்கரமா ஓட்டுறாரு. ചേട്ടൻ ഭയങ്കര ഡ്രൈവിംഗ്. ഒരു എക്സ്പീരിയൻസ്. ആ സൈഡ് ഫുള്ള് കൊക്കയാണ്, ഫുള്ള് കൊക്കയാണ്. വണ്ടിക്കകത്ത് കയറുന്ന പാടാണ് കേട്ടോ. ഓഫ് റോഡ് എല്ലാം പോലെ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും? ഈ ചാനലിൽ മാത്രമേ കാണാൻ പറ്റൂ. നോക്കിക്കോ, ഒരു രക്ഷയില്ല. പാവത്തിന് അട്ടയൊക്കെ കടിച്ച് ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടെന്നേ ഉള്ളൂ, ആരും വന്നിട്ടില്ല. ട്രാക്ക് ലൈൻ പോലും ഇല്ല. കുളത്തിൽ നിൽക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ആൾക്കാർ ഇല്ലേ? വായ്പയില്ല, ചാൻസേ ഇല്ല. എപ്പ വണ്ടിക്കുള്ള ഏറെതിക്കെ പെടാതെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല മാൻ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനാ നിങ്ങളിത് കാണണം. എന്ന ക്ലൈമറ്റ് ആണ്. വാ, ഇത് വഴിയാണ് നമ്മൾ വന്നത്. വല്ലതും നടക്കുവോ? ഇതാണ്ടോ, വല്ലതും നടക്കുവോ? വണ്ടി ഞാൻ കാണിച്ചു തരാം. അട്ട ഇരിക്കാ, ഉപ്പ് തേക്കണമ്മ. ഓക്കെ, അട്ടയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് തേക്കാൻ പോവാണ്. ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ അട്ട വരത്തില്ലെന്ന്. അട്ട ഓക്കെ ബസ്. കണ്ടോ, അട്ടയൊക്കെ കടിച്ച് ഒരു വഴിയായിട്ടുണ്ട് നമ്മളെ വണ്ടി. കണ്ടോ, ഇതുവഴി മുകളിൽ കയറാം. ആക്ച്വലി വേറൊരു വണ്ടി പോയിട്ടുണ്ട്, അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഇട്ടു. അവരുടെ ആ ബംഗ്ലാവിലോട്ട് പോവുകയാണ്. വാവ്, കണ്ടോ കണ്ടോ ബംഗ്ലാവ്. We are on the top guys. കുറേ വണ്ടിയുണ്ട്. വാവ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആമാ, മിസ്റ്റ് ഉണ്ടോ? ഓ, ഐ എം എക്സൈറ്റഡ്. നമ്മൾ താഴേന്ന് ഇതുവരെ കൊണ്ടുവന്നത് കണ്ടോ. ഞാൻ കണ്ടോ,
ആ കണ്ടോ ആ ബൊളേറോ ദൂരെ കിടക്കുന്നു കണ്ടേ വേറൊരു വണ്ടി എടുക്കുന്നു അതാണ് വണ്ടി. You don't know guys how it's feeling being up here. It's heaven man. കണ്ടോ ഫുള്ള് മനുഷ്യരുടെ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് ഉണ്ട്, പക്ഷേ കൂടുതൽ വണ്ടിയൊന്നും പോയിട്ടില്ല. ഒരു വണ്ടി ഇവിടുത്തെ മാത്രമാണ് വരുന്നത്, വേറെ ഒറ്റ വണ്ടി അവിടെ പോകുന്നില്ല. ഫുള്ള് കിടിലം ഓഫ് റോഡ് ചെയ്താൽ വന്നത്. ഇതാണ് ഇവിടുത്തെ ഫാം ഹൗസ്. ഫുള്ള് മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അട്ട കടിക്കാതിരിക്കാൻ ഇതിട്ടിട്ടുണ്ട്, ഉപ്പ് തേച്ചിട്ടുണ്ട്, എന്നാലും അറിയത്തില്ല പിടിച്ചേക്കാൻ പറ്റും. പക്ഷേ ഇത് പബ്ലിക്കിന് ആക്സസ് അല്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം, പബ്ലിക്കിന് ഇത് ആക്സസ് അല്ല. അപ്പോൾ ആർക്കും ഇവിടെ വന്ന് ഇതേപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഓണേഴ്സ് ഉണ്ടെങ്കിൽ, മാറാമല എസ്റ്റേറ്റ് ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ then you can get a chance to being here. So it's an unbelievable experience. ചായ പുള്ളിക്കാരൻ ചായ ഇട്ട് വന്നു. ഞാൻ എന്താണെങ്കിലും ചിരിച്ചോണ്ട് കിടന്നല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഓ പ്ലേസ് ഓനെ പിന്നെ പറയണ എന്നാ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പ്ലേസ്. നല്ല മഞ്ഞ്, ഓഫ് റോഡ് ചെയ്ത് വന്നു. ഓഫ് റോഡ് എൻ്റെ ഭാഗമാണ്, ഇത്രയും എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സൂപ്പർ സൂപ്പർ. നിങ്ങൾക്കിത് ക്യാമറയിൽ എത്രത്തോളം ഓഫ് റോഡിൻ്റെ അത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ബിക്കോസ് സ്റ്റെബിലൈസേഷൻ എല്ലാം ഉള്ളതുകൊണ്ട് എന്തുമാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓൺസ് റിയൽ ലൈഫിൽ വന്നാൽ മാത്രം. പിന്നെ വേറൊരു കാര്യം, ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? അതെ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മിക്കവർക്കും അറിയത്തില്ല. വന്നാലും മാറാമല വന്നാലും ആ ചെക്ക് പോസ്റ്റിൽ അവിടെ വന്നിട്ട് ആനപ്പാറ ഇങ്ങോട്ട് തിരിച്ചു പോകും. അവിടെ പോയിട്ട് എല്ലാവരും തിരിച്ചു പോകും. പക്ഷെ മുകളിൽ മോനെ ഇത് മനുഷ്യ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ ഒന്ന് അത്രേ ഉള്ളൂ. അവിടെ വരാൻ പറ്റില്ല. വെരി ഹാപ്പി, വെരി ഹാപ്പി. നമ്മളെ ഇത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എക്സൈറ്റഡ്. ശരി, അങ്ങോട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ 5 ഫാൾസ് ഉണ്ട്, 5 ഫാൾസിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കാണാം. തിരിച്ചിറങ്ങിയിട്ട് നേരെ വണ്ടി കയറിയിട്ട് നേരെ ഓഫ് റോഡ് തിരിച്ചിറങ്ങണം. തിരിച്ചിറങ്ങി 5 ഫാൾസിലാണ് വേണ്ടോ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. വണ്ടി വളക്കണം, മുകളിൽ പോയി വളക്കാം. ഉണ്ടോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ കണ്ടോ ലവലോലിക്ക് പോലത്തെ ഒരു സാധനം. എന്താണ് ഐറ്റം എന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. കൊള്ളാല്ലേ? എന്നാ കായ അറിയാവോ? കാട്ടിലുള്ളവർക്കേ അറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്തേക്ക്. സോ നമ്മൾ 5 ഫാൾസിൻ്റെ അവിടെ പോവുകയാണ്. അവിടെ നല്ല വെള്ളം ഉണ്ടാവാനാണ് ചാൻസ്. സൗണ്ട് ഇങ്ങ് അറ്റം വരെ കേൾക്കാം കേട്ടോ. ആന വന്ന് വെള്ളം കുടിക്കുന്നത് അവിടെയാണ്. നമ്മൾ വണ്ടി അത് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വണ്ടി നിർത്തി നടന്നാ പോകുന്നത്. വെള്ളം ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ പട്ടി ഇതുവരെ പോയില്ല കേട്ടോ, നമ്മുടെ പുറകെ ഉണ്ട്. വീട്ടിൽ പോടാ. നമുക്ക് എഴുത്തൊഴി കയറി ആ ഗ്രാമ്പൂത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകണം. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇതാണ് കണ്ടോ, ഇതാണ് ഗ്രാമ്പൂ. പറിക്കാതെ വിട്ട സാധനമെല്ലാം പഴുത്ത് പഴമാവുന്ന ഇതാണ്, മനസ്സിലായോ? ഇത് അടുത്ത് വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഒരുപാട് കിടപ്പുണ്ട് ഇതിൻ്റെ ഇവിടെ സൈഡിലൊക്കെ. ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കളഞ്ഞേക്കാം നമ്മൾ. ഇതാണ് 5 ഫാൾസ്. നല്ല വെള്ളമുണ്ട്. നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. നമ്മൾ പണ്ട് വന്നപ്പോൾ ക്രോസ് ചെയ്ത്. ഇത് 5 ഫാൾസ് അല്ല ഗൈസ്, എല്ലാം കൂടി ഇപ്പോൾ ഒറ്റ ഫാൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ടോ എല്ലാം കൂടെ ഒറ്റ ഫാൾസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ഇവിടെ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ആഴം കാണത്തില്ലെന്ന്. ഏകദേശം 2 ആൾ താഴ്ച വെള്ളമുണ്ട് ഇവിടെ. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നുകൊണ്ട് നമുക്കറിയാം, അപ്പോഴും വെള്ളം കുറവായിരുന്നു. അപ്പോഴും ഉണ്ടായിരുന്നു ഏകദേശം 1.5 ആൾ പൊക്കം വെള്ളം ഉണ്ടായിരുന്നു.
ഇപ്പോൾ അവിടെ നല്ല ആഴമുണ്ടാവും. ഇപ്പം നല്ല ഒഴുക്കമുണ്ട്. നമ്മളിവിടെ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ അവിടെ നിന്ന് ഫൈവ് ഫാൾസിൻ്റെ അവിടെ നിന്ന് വായി പറഞ്ഞ് ഇങ്ങോട്ട് വരുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഒഴുക്കുണ്ട്, നില കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല നമ്മൾ അവിടെ നിന്ന് ഓക്കെ പറഞ്ഞ് നമ്മളെ അവിടുത്തെ വീട്ടിൻ്റെ അവിടുത്തെ വാട്ടർഫോൾസിലോട്ട് പോകുക, ഫാം ഹൗസിൻ്റെ അവിടുത്തെ. സോ നമ്മൾ വേറൊരു എസ്റ്റേറ്റിൻ്റെ അകത്താണ്. ഈ എസ്റ്റേറ്റ് ഒരു പ്രത്യേകതയുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ കേട്ടുള്ള അറിവാണ്, ക്ലിയറായിട്ട് എനിക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ കേട്ടതെന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റിൽ 1877 സ്കോട്ട്ലൻഡ് 75 ഓക്കെ 1875 സ്കോട്ട്ലൻഡിന് ജോൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്നു. കോഫി പ്ലാന്റേഷനും സംഭവങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരൻ ഒരു പട്ടിയും കൊണ്ടുവന്നു, ഒരു കുതിരയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഇവിടെ സെറ്റ് നോക്കാനും വേട്ടയാടാനും പോകാനും ബാക്കി പരിപാടിക്ക് വേണ്ടി ഒരു പട്ടിയും ഒരു കുതിരയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർ ഇവിടെ വന്നിട്ട് കോഫി പ്ലാന്റേഷൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വർക്കേഴ്സിന് വേണ്ടിയിട്ടെല്ലാം ഇവിടുത്തെ ആദ്യത്തെ ഒരു ഹോസ്പിറ്റൽ കെട്ടി. അതിൻ്റെ റൂയിൻസും ബാക്കി സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹോസ്പിറ്റൽ കെട്ടിയതിന് ശേഷം ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഇതാണ് 100 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലെല്ലാം കെട്ടി. ഹോസ്പിറ്റൽ കെട്ടിയതിന് ശേഷം പുള്ളി ഇവിടെ താമസമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു പാമ്പ് കടിച്ചപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, പാമ്പ് കടിച്ച അപ്പോഴേ ഒന്നുമില്ലല്ലോ പ്രതിവിധി, അങ്ങനെ പാമ്പ് കടിച്ചു. പുള്ളിക്കാരൻ മരിക്കുമെന്ന് ഉറപ്പായപ്പം പുള്ളിക്കാരൻ സ്വന്തം പട്ടീനെയും കൊന്നു കളഞ്ഞു. കാരണം പുള്ളിക്കാരൻ പോയ വേറെ ആരും നോക്കത്തില്ലെന്ന് പറഞ്ഞ് സ്വന്തം പട്ടീനെയും കൊന്നു കളഞ്ഞു. കുതിരയും വെടിവെച്ച് വന്നിട്ട് പുള്ളിക്കാരൻ മരിച്ചു. അതാണ് ഇവിടുത്തെ സംഭവം. അതിൻ്റെ ഹോസ്പിറ്റലിലെ റൂംസ് എല്ലാം ഞാൻ കാണിച്ചത് കണ്ടോ. ഇതാണ് പുള്ളിക്കാരൻ വന്ന് വെച്ച് കെട്ടിയ ഹോസ്പിറ്റൽ. ഇത് കണ്ടോ, ജോൺ ക്രാൻഡ് ഓഫ് ഗ്ലെനിറുക്ക് ഹാർട്ട്, ഇൻവെർനസ്, സ്കോട്ട്ലാൻഡ്. അത് വേറെ എന്താ എഴുതിക്കുന്നത്? ദ ചീഫ് പ്രൊമോട്ടർ ഓഫ് കോഫി പ്ലാന്റിങ് ഓൺ ദി സൗത്ത് ട്രാവൻകൂർ. അപ്പോൾ ഇത് വേറെ സംഭവം. മലയാളികൾ ഇത് സൗത്ത് ട്രാവൻകൂർ, തിരുവിതാംകൂറിൻ്റെ സ്ഥലമായിരുന്നില്ലേ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. അങ്ങനെ അപ്പോഴെടുത്ത സംഭവമാണ്. തെളിവ് സഹിതം കണ്ടോ. ഓൺ ദി സൗത്ത് ട്രാവൻകൂർ മൗണ്ടൻസ്. എപ്പോഴാ പുള്ളിക്കാരൻ മരിച്ചാനോ? ഡൈഡ് 2 ഏപ്രിൽ 1875. മനസ്സിലായോ? ഇപ്പുറത്തും വേറെ. ദിസ് ഹോസ്പിറ്റൽ വാസ് ഇറക്റ്റഡ് ബൈ സബ്സ്ക്രിപ്ഷൻ അമംഗ് ദി കോഫി പ്ലാന്റേഴ്സ് ആൻഡ് അതേഴ്സ്. ഇതെന്നെ എഴുതിക്കുന്നത് ആസ് എ വാട്ട് ഇസ് ദിസ്? ആസ് എ മെമ്മറി ഓഫ് വേറെ എന്തോ ഒരു, നമുക്ക് പായലെല്ലാം പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. പുള്ളിക്കാരനാ. അതെ, വേറെ ഫോണിൽ എഴുതിക്കുന്നത്. എൻ്റെ മോണുമെൻറ്റ്സ് ആദ്യം ഹോസ്പിറ്റലിൻ്റെ ആദ്യം കിട്ടേണ്ട 1975 കിട്ടേണ്ട സാധനത്തിൻ്റെ അവശിഷ്ടമായി കിടക്കുന്നത് കണ്ടോ. പുള്ളിക്കാരൻ്റെ കല്ലറുണ്ടോ ഞാൻ പറഞ്ഞില്ലേ. ഇതാ കണ്ടോ. പാകല. ഇതാണ് സ്കോട്ട്ലൻഡിൽ നിന്ന് വന്ന മിസ്റ്റർ ജോണിൻ്റെ കല്ലറ കണ്ടോ. ജോൺ അല്ലേ പേരോ? ജോർജ് മാക്ലിൻ died at Hillside September 1888. aged 44 years. അപ്പോൾ ജോർജ് അല്ല പേര്, ജോർജ് ആണ് പേര്. ഹോസ്പിറ്റലിലെ പേരാണോ ജോർജ്? അത് ജോൺ. ഇത് ജോർജ്. ഇത് 34 വയസ്സായപ്പോൾ. ജോൺ ഗ്രാൻഡ് എന്ന് പറയുന്ന ആള് കോഫി പ്ലാന്റേഷന്റെ വലിയ മുതലാളി, സ്കോട്ട്ലാൻഡിലുള്ള ഒരാള്. ഓക്കെ. അവരുടെ മെമ്മറിയിലാണ് ഈ ഹോസ്പിറ്റൽ കെട്ടിയിട്ടുള്ളത്. ആള് ജോർജ്. ഈ ജോർജ് ആളിന്റെ അടുത്ത് തന്നെ കുതിരയും പട്ടിയും ഉണ്ടായിരുന്നു. അവരുടെ സമാധിയാണ് ഇരിക്കുന്നത്. ഇത് മറ്റേ ജോൺ ഗ്രാൻഡ് സ്കോട്ട്ലാൻഡിലുള്ള ഒരാളുടെ മെമ്മറി ആയിട്ടാണ് ഹോസ്പിറ്റൽ. ഓക്കെ ഫൈൻ. പുള്ളിക്കാരൻ 1988 മരിച്ചു കേട്ടോ. ഇത് 1888 1900 സോറി 1888. ആ കല്ലറയാണ്. എന്ത് വലിയ കല്ലറയെന്നുണ്ടോ. ആ ഹോസ്പിറ്റലിൽ അവശേഷിപ്പാണ് കേട്ടോ ഇതെല്ലാം. ആക്ച്വലി ഇതാണോ നമ്മളിപ്പോഴത്തെ കെട്ടും പണ്ടത്തെ കെട്ടും ഒരു കാര്യം അല്ലെങ്കിൽ 1885 വർഷം 1885 വർഷം കെട്ടിയതാ. ഓക്കെ 1875 ആ സമയത്ത് കെട്ടിയതാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇടിഞ്ഞു പോയി, കുറച്ച് റൂയിൻസ് അവശേഷിക്കുന്നുണ്ട്. അതാണ് ഈ സാധനം. നിങ്ങൾ റംബൂട്ടാൻ കണ്ടിട്ടുണ്ടോ? റംബൂട്ടാൻ ഇതാണ് റംബൂട്ടാൻ. പച്ചയാട്ടോ ഇപ്പോൾ
ആയിട്ടില്ല, വളരുമ്പോൾ വരാം. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അവശിഷ്ടം. ഇപ്പോൾ ഇത് നടത്തുന്ന ഓണേഴ്സ് ഇത് ആക്ച്വലി ഇടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അവർക്ക് വേറെ എന്തോ പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഇടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ ആൾക്കാർ വന്ന് ഇത് പ്രിസർവ്ഡ് സാധനമാണ്, ഇത് തൊട്ട് വരുന്നത് പറഞ്ഞ് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ട് പോയി. ദാറ്റ്സ് ദ റീസൺ ഇറ്റ്സ് സ്റ്റിൽ ദർ. ഇതൊക്കെ ഗൈസ് ആ ചേട്ടൻ അടുത്ത് തന്നെയാണ്. ഇതെന്താണെന്ന് അറിയുമോ? പാരിജാതം. നമ്മൾ പാട്ടിലേക്ക് കേട്ടില്ലേ പാരിജാതം പൂ? ഇതാണ് പാരിജാതം. ആ സ്മെല്ല് മണത്ത് നോക്കി, നോക്ക് മണത്ത് നോക്ക്. കണ്ടോ അമ്മ, കിടിലം മണമാണ് കേട്ടോ. നോക്ക് എന്റെ പൊന്നെ, സൈസ് നോക്ക് ഒരു മുളയുടെ. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ അത്ര ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ അത്രയുണ്ട്. നോക്ക് ഇത് എന്തു അത്ര പൊക്കം പോയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. പോകാൻ പറ്റുമാ? ചേട്ടൻ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി മുള കാണാം, മുളയുടെ സൈസ് കാണിച്ചു തരാം. ഒരു മുള. ഇത് മുളയുടെ ഏകദേശം പകുതി മുക്കാൽ ഇങ്ങ് വന്നതിന് ശേഷമാണ്. ഇതാ കൈയുണ്ടോ? ഒരു മുളയുടെ സൈസ് ഉണ്ടോ? ഉണ്ടോ? ഇത് ഏകദേശം പകുതി മുക്കാൽ ഇത് ഏറ്റവും മണ്ടയിലെത്തണം. അപ്പോൾ അതിൻ്റെ മൂട്ടിലൊന്ന് ആലോചിച്ച് നോക്കിയേ. നോക്ക് നല്ല സൈസ് ഉണ്ട്. നല്ല തെങ്ങിൻ്റെ അത്ര സൈസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ തെങ്ങിൻ്റെ അത്ര. അമ്മീ പാരിജാതമൊക്കെ പുള്ളിക്കാരൻ വീട്ടിലത്തേക്ക് പറിച്ചു. നമുക്ക് പാട്ട് പാടി വരുന്നുണ്ട്, നമുക്ക് പോവാം. അമ്മേ സാധനം കാണിച്ചു തരാം. ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല. ഇത് ഈട്ടി മരമാണ്, ഈട്ടി. ഇതിൻ്റെ വില 1 കോടി രൂപയാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ റിസർവ് ഫോറസ്റ്റ് ആണ്ട് അവർക്ക് വെട്ടാനോ വിൽക്കാനോ ഒന്നും പറ്റത്തില്ല. അതർവൈസ് പെർമിഷൻ വാങ്ങണം അല്ലേ? അതർവൈസ് പെർമിഷൻ മേടിക്കണം. പെർമിഷൻ മേടിച്ച് അവർക്ക് മുറിക്കാം. പക്ഷെ അതിലൊരു നല്ലൊരു പങ്ക് ഗവൺമെന്റിന് പോകും. എവിടെയാണ് കോടയുടെ മുട്ടിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് 4:30 മണി. അപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച ചിക്കൻ എല്ലാം വെച്ചിട്ട് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ എല്ലാം വെച്ചു. ചിക്കൻ ആൻഡ് ചോറ്. ബാക്കി നമുക്ക് കഴിച്ചിട്ട് കാണാം. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഫുഡ് കഴിച്ചു, ബാക്കിയെല്ലാം സെറ്റായി. ഇപ്പം ഏകദേശം സമയം 5:43. ഇത് 5:43 ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി താമസിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് വെള്ളം ചാടുവാണ് കേട്ടോ. കുളിക്കാൻ ചാടുവാണ്. ഇവിടെ എവിടെയെങ്കിലും കിടക്കാൻ നോക്കാം. താഴോട്ട് ഇച്ചിരി വലുതുണ്ട്, നോക്കാം നമുക്ക്. നമ്മളപ്പോൾ കുളിക്കാൻ പോകണം. സോ നമ്മൾ ചാടാൻ പോണ വെള്ളത്തിൽ. ഇവിടെ അത്ര സീനില്ല, ഇത്തിരി ഫോഴ്സ് ഉണ്ട് അവിടെ നിന്ന്, എത്ര ഉള്ളൂ. വേറെ ആഴമൊന്നുമില്ല, ആഴമില്ല. കണ്ടോ? നല്ല തണുപ്പുണ്ട്. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഗൈസ്. നമുക്കിവിടെ ഇറങ്ങാം. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഞാൻ മുങ്ങാൻ പോവാണ്. അയ്യോ തണുക്കണേ. വാ 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 വാ. ഞാൻ മുങ്ങാൻ പോവാണ്. 1 2 3. ഒരു രക്ഷയില്ല, നല്ല തണുപ്പുണ്ട് ഗൈസ്. മുങ്ങണോ? ഇപ്പൊ താഴെ 1 2 3. നല്ല തണുപ്പുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മോളിൽ വരുന്നുണ്ടോ? ഇവിടേക്ക് ഇച്ചിരി ആഴം കൊടുത്തു. എത്ര ഉണ്ട് കേട്ടോ ഹൈറ്റ്. ഇവിടെ ഇത്ര ഹൈറ്റ്. Ready, 1 2 3.
അതുപോലെ വെള്ളം കേട്ടോ, അങ്ങോട്ട് കൂടുതൽ പോയത്. ഇവിടെ സേഫാണ്, നമ്മൾ ഇത്രയും പൊക്കത്തിന് വെള്ളമുള്ളൂ കണ്ടോ. സെറ്റാ സെറ്റ്. കുരങ്ങന്മാർ ചാരി കളിക്കുന്നുണ്ടോ? നമ്മള് തിരിച്ചു പോകാൻ പോവാ. ഇപ്പൊ ഏകദേശം 6 മണിയായി. ഇനി നൈറ്റിൽ ഹൈ റേഞ്ച് ഇറങ്ങുക എന്ന് പറയുന്നത് ഇച്ചിരി വലിയ ടാസ്ക്കാണ്. കാരണം മൃഗങ്ങളും ബാക്കി സാധനങ്ങളെല്ലാം വരുന്ന സമയമാണ് നൈറ്റ് ടൈം. കരടിയും ബാക്കി എല്ലാം വന്ന് കയറും നൈറ്റ് ടൈം. ആ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോകണം. ഓക്കെ, നേരത്തെ പോകണം. എന്തെങ്കിലും പോകുന്ന വഴിയിൽ എനിത്തിങ് വി ഫൈൻ കാണിച്ചു തരും നിങ്ങൾക്ക്. ഓക്കെ, സോ ഗൈസ് നിങ്ങൾക്ക് കാണാം, സമയം ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ ഏകദേശം 6:16 അപ്പോൾ നമുക്ക് ഇരുട്ടുന്ന മുമ്പേ മഴ ഇറങ്ങണം കേട്ടോ. അതുകൊണ്ട് പോകുന്ന വഴിയിൽ കാണിക്കാം. സൈൻ ഓഫ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് മിക്കവാറും വീട്ടിൽ ചെന്നിട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ബൈ. ഭയങ്കര മഞ്ഞ്, ഭയങ്കര പനി. ഒരു രക്ഷയില്ലാത്ത മഞ്ഞ്. ഫ്രണ്ടിലെത്താൻ സംഭവം കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഹെഡ്ലൈറ്റിന്റെ ഇത് വെച്ചിട്ടാണ് പോകുന്നത്. ഇതൊക്കെ ഗോപ്രോയിൽ ചിലപ്പോൾ കാണാമായിരിക്കും. അതിന് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ ഇച്ചിരി കാണും. പക്ഷേ നമുക്ക് നല്ല പാടാണ്. ഒന്നിനെ തെരില്ല. എന്നാ പനിന്ന് ஒண்ணுமே தெரிய மாட்டேங்குது. சரி, പനിയെല്ലാം മുടിച്ചതിനപ്പുറം വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം ഇച്ചിരി ലേറ്റായി. ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.